ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് അവിടെ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു പോലീസുകാരി വരുവാട്ടോ. എന്നിട്ട് എന്തൊക്കെയുണ്ട് അശ്വിൻ സായറാം എന്ന് പറഞ്ഞിട്ട് ചിരിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്ത് നീ നീ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പറയുമ്പോഴേക്കും എന്നെ നീ എന്നോ, കോൾ മീ മാഡം എന്ന് പറയുവാണ്. എടാ, നീ പാവപ്പെട്ട പെൺപിള്ളേരെ വീട്ടിലേക്ക് കല്യാണം കഴിക്കാതെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഒരു ഭാര്യനെ പോലത്തെ പണികളൊക്കെ നീ ചെയ്യിപ്പിക്കുള്ള വൃത്തികെട്ടവനെ എന്ന് പറയാണ്. അതേടി, ഞാൻ ചെയ്യിപ്പിക്കും, നിനക്ക് എന്താ? നീ വീണ്ടും എന്നെ നീ ഒന്ന് വിളിക്കണം, മാഡം ഒന്ന് വിളിക്കടാ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടി വെച്ച് അശ്വിനെ കൊടുക്കുക കേട്ടോ. അതിനുശേഷം ലാവണ്യ പറയുന്നുണ്ട്, സോറി ശ്രുതി പറയുന്നുണ്ട്, നീ എന്ത് ഇതിലാടാ പാവപ്പെട്ട പെമ്പിളരെ വീട്ടിൽ കൊണ്ട് നിർത്തുന്നത്? എന്നിട്ട് നീ എന്തൊക്കെയാടാ അവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യണം? നിനക്ക് നിന്റെ കാര്യം കഴിയുമ്പോൾ അവർ ഉപേക്ഷിക്കുമല്ലേ? അതിനെ നീയിട്ട പേരും ലിവിങ് ടുഗെദർ എന്ന്, കൊള്ളാം കൊള്ളാം എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, അതേടി, ഞാൻ കല്യാണം കഴിക്കാതെ പെണ്ണുങ്ങളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കും. വേണമെങ്കിൽ ഞാൻ നിന്നെയും കല്യാണം കഴിക്കാണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ട് ഭാര്യനെ പോലെ താമസിപ്പിക്കൂടി. നീ എന്താണ് പറഞ്ഞത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അതെ, ഞാൻ നിന്നെയും എൻ്റെ ഭാര്യയെ പോലെ കല്യാണം കഴിക്കാതെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുമോ, നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ, നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വരുമ്പോഴേക്കും തൊട്ട് ഇപ്പുറത്തെ സൈഡിലെ അശ്വിൻ തോക്കുമായിട്ട് നിൽക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതി നോക്കുമ്പോൾ രണ്ട് അശ്വിൻ, ഒരു അശ്വിൻ പ്രതിയായിട്ട് വിടുക, ഒരു അശ്വിൻ മറ്റു വശത്ത് തോക്കായിട്ട് വിടുക. നിന്നെ ഞാൻ ഇപ്പം ഇല്ലാതാക്കി കളയോടി എന്ന് പറഞ്ഞിട്ട് തോക്കിങ്ങനെ ചൂണ്ടുമ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി സ്വപ്നത്തിൽ നിന്ന് എഴുന്നേക്കുവാണ്. എൻ്റെ കുട്ടികൃഷ്ണ, ഈ സാധനത്തിനെ കൊണ്ട് തോറ്റല്ലോ ഞാൻ, ഇയാൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഇയാളുടെ സ്വപ്നവും ഇയാൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആകെ അന്താളിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അതിനുശേഷം രാവിലെ തന്നെ, അതായത് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഹനമംഗള് അവിടെ നിന്ന് ഒരു ലഡു എടുത്ത് കഴിക്കുവാണ്. ആ സമയത്ത് മോഹനേട്ട പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമാണ്, അതുകൊണ്ട് മധുരം കഴിച്ചിനെ തുടങ്ങാം എന്ന് പറയുമ്പോഴേക്കും ലാവണ്യ ചോദിക്കുന്നുണ്ട്, നല്ലൊരു ദിവസം എന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ, അതെ, ഇന്നൊരാളുടെ ബർത്ത്ഡേ ആണ് എന്ന് നമ്മുടെ മനോരമ പറയുമ്പോൾ, ബർത്ത്ഡേയോ, ആരുടെ ബർത്ത്ഡേ ആയിന്ന് എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് കൃഷ്ണന്റെ ബർത്ത്ഡേ ആണ്. കൃഷ്ണനോ? ഏത് കൃഷ്ണൻ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മനോരമ പറയണ്ടോ, ഓ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മുടെ നന്ദഗോപൻ. ഓ, ആൻറ്റി ആൻറ്റി എന്തൊക്കെയാ പറയണത്? ആദ്യം എന്ന് പറഞ്ഞു കൃഷ്ണനാണെന്ന്, ഇപ്പൊ പറഞ്ഞു നന്ദഗോപാണെന്ന്, ശരിക്കും ആരുടെ ബർത്ത്ഡേ ആ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആരുടെങ്കിലും ബർത്ത്ഡേ എന്ന് അറിഞ്ഞിട്ട് പാർട്ടി നടത്തി നിനക്ക് മദ്യം കഴിക്കാനാണോ ലാവണ്യ എന്ന് ചോദിക്കുമ്പോൾ ലാവണ്യ ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ പറയണ ആൾക്ക് ബോധം വേണം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് കുറച്ച് തലയിൽ ഓളമെങ്കിലും വേണം. ഇത് രണ്ടുപേർക്കും ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പിറന്നാളാണ് എന്ന് പറയണു. ഓ, ഐ സി എന്ന് പറയണു. അതൊക്കെ ഇത്ര ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ ചോദിക്കുമ്പോൾ, അതൊക്കെ ആഘോഷിക്കേണ്ട ലാവണ്യ എന്നൊക്കെ നമ്മുടെ അഞ്ജലി പറയാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇന്ന് പൂജാകാര്യങ്ങളൊക്കെ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രുതി നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, കാർട്ടൂൺ ബേബി എപ്പോൾ വരും എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന്, ചേച്ചി ഞാൻ ഇറങ്ങുക എന്ന് പറയട്ടെ, അവിടെ നിന്ന് എഴുന്നേക്കും. അപ്പം തന്നെ ആ സമയത്ത് ലാവണ്യ പറയുന്നുണ്ട്, അയ്യോ, എ എസ് ആർ പെട്ടെന്ന് പോകുന്നു വേണ്ട, ഇവിടെ അവൾ എന്തായാലും ASR ഉള്ള സമയത്ത് വരത്തില്ല, അവളുടെ നിബന്ധന അതാണല്ലോ, അവൾക്ക് നേരവും കാലവും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, എന്ത് നേരവും കാലമോ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, അതെ, ASRന് അതറിയില്ലേ, അവൾ ഇവിടെ ജോലിക്ക് വന്നത് കുറച്ച് നിബന്ധനകൾ വെച്ചിട്ട് അഞ്ജലി ചേച്ചിയെടുത്ത്. നിബന്ധനകളോ? അതെന്ത് നിബന്ധനകളാ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, ASR ഇവിടെ ഉള്ളപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ജോലിക്ക് പോകുമ്പോഴേ അവൾ ഇവിടെ ജോലിക്ക് കയറൂ, അതുപോലെ തന്നെ ASR ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തിന് മുമ്പ് തന്നെ അവൾ ഇവിടെ നിന്ന് ജോലി കഴിഞ്ഞ് പോകുകയും ചെയ്യും. ASR നമ്മുടെ ശത്രുവിനെ പോലെയാണ് കാണുന്നത്. ASRന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ മാക്സിമം ട്രൈ ചെയ്യണത് എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് അശ്വിനെ കുറച്ചുകൂടി ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ. ആ സമയത്ത് മുത്തശ്ശി ലാവണ്യടുത്ത് പറയുന്നുണ്ട്, എന്തിനാ ലാവണ്യ ഈ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ്റെ മൂഡ് കളയണമെന്ന് പറയുമ്പോൾ, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്, നുണയൊന്നും അല്ലല്ലോ പറഞ്ഞത് എന്ന് ലാവണ്യ പറയുവാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ശ്യാം അമ്മായിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ. അമ്മായിയും പ്രീതിയും വരുന്നുണ്ട്. ആഹാ, ശ്യാമോൻ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇത് നല്ലൊരു ദിവസമായിട്ട് നേരത്തെ എത്തണമല്ലോ അത് പറയാണ്. ആ സമയത്ത്, എന്ത് ചെയ്യാനാ, നല്ലൊരു ദിവസമായിട്ട് അവൾ ഇവിടെ ഇല്ലാണ്ടായി പോയി, ഇന്നും പണിയെടുക്കാൻ വേണ്ടി പോയിരിക്കുക അയാളുടെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതല്ലേ അങ്ങോട്ടേക്ക് വിടുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ആര് കേൾക്കാൻ എന്ന് പറയുമ്പോൾ, അയ്യോ ശ്യാമോനെ അങ്ങനെ വിചാരിക്കല്ലേ, ശ്രുതിക്കൊരു സ്വഭാവം ഉണ്ടെന്ന് ശ്യാമോനെ അറിയാലോ, അവൾ എന്തിനു തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ അവൾ ഉറച്ചു നിൽക്കും എന്ന് പറയാണ്. ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് തരാമെന്ന് വെച്ചിട്ട് വന്നതായിരുന്നു. സർപ്രൈസോ? അതെന്ത് സർപ്രൈസ് എന്ന് പ്രീതി ശ്യാമിനോട് ചോദിക്കുമ്പോൾ ശ്യാം പറയണ്ടേ, ഇന്ന്
ശ്രീകൃഷ്ണന് ജന്മാഷ്ടമി ആയതുകൊണ്ട് തന്നെ നല്ലൊരു പായസം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാന്ന് വെച്ചിരിക്കുമായിരുന്നു. ആ സമയത്ത് അമ്മായി പറയണ്ട എന്ത് പറയുന്ന പായസം കൊതിച്ച് ഇവിടെ ഇല്ലാണ്ടായി പോയെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, എന്തായാലും ശ്യാമോനെ ഞാൻ സഹായിക്കാൻ പായസം ഉണ്ടാക്കാണ്ടെന്ന് അമ്മായി പറയുമ്പോൾ ഓ അതൊന്നും വേണ്ട, അമ്മായിയും പ്രീതിയും ഇവിടെ ശ്രീകൃഷ്ണന്റെ ജന്മാഷ്ടമിയുടെ ഒരുക്കങ്ങളും കാര്യങ്ങളും ചെയ്താൽ മതി, പായസമൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം എന്ന് ശ്യാം പറയുവാണ്. അതേസമയം നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിൻ്റെ വീട്ടിലേക്ക് വരുവാട്ടോ ജോലിക്ക്. ആ സമയത്ത് തന്നെ അശ്വിൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നതും ശ്രുതി ജോലിക്ക് കയറാൻ വേണ്ടി വീട്ടിലേക്ക് കയറുവാണ്. ശ്രുതി അശ്വിനെ കാണുമ്പോൾ അയ്യേ വരുന്നുണ്ട് വൃത്തികെട്ടവൻ, ഓ ഇയാളുടെ വിചാരം ഇയാൾ ആരാന്നാ, ഓ ലിവിങ് ടുഗെദർ ആപ്പോണ് പോലും, ഇയാളുടെ 7 അയലത്ത് പോലും ശരിക്കും പറഞ്ഞാൽ പെണ്ണുങ്ങൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ചുകൊണ്ട് ശ്രുതി അവിടെ നിൽക്കുമ്പോൾ അശ്വിൻ മനസ്സ് വിചാരിക്കുക, ഹോ അവളുടെ ഒരു നോട്ടം കണ്ടില്ലേ, എന്തൊരു അഹങ്കാരം പിടിച്ചവളാ അവള് എന്നിങ്ങനെ വിചാരിക്കുക കേട്ടോ. അങ്ങനെ അവർ പരസ്പരം അങ്ങനെ ശ്രുതി ഇങ്ങോട്ട് കയറുമ്പോൾ അശ്വിൻ അങ്ങോട്ട് പോകുവാണ്. അവരങ്ങനെ ഇങ്ങനെ പോണ സമയത്ത് ശ്രുതി പുച്ഛിച്ചുകൊണ്ട് പോവാട്ടോ. അങ്ങനെ പുച്ഛിച്ചുകൊണ്ട് പോകുമ്പോൾ അശ്വിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഇങ്ങനെ പോണത്. പെട്ടെന്ന് ശ്രുതി അവിടെ മതിലുള്ളത് കാണില്ല. ശ്രുതിയുടെ തല മതിലിലേക്ക് ഇങ്ങനെ ഇടിക്കുവാണ്. അയ്യോ അമ്മേ എന്ന് പറയുമ്പോൾ അശ്വിൻ പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുവാണ്. അതിനുശേഷം ശ്രുതി അകത്തേക്ക് കയറുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, ആഹാ ശ്രുതിമോൾ എത്തിയല്ലോ എന്ന് പറയുമോ, ഇത് താമസിച്ചല്ലോ എന്ന് പറയുമ്പോൾ അതെ വീട്ടിലും ചെറിയ കാര്യമായിട്ട് ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആഘോഷിക്കുന്നുണ്ടേ, അപ്പം അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി ഇന്നത്തെ ശ്രീകൃഷ്ണ ജയന്തിയുടെ കാര്യങ്ങളും പൂജാ കാര്യങ്ങളൊക്കെ നീ തന്നെ ലാവണ്യനെ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ അതിനെന്താ അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതി ലാവണ്യ പറയുന്നുണ്ട്, ഒരു ശ്രീകൃഷ്ണൻ ഭഗവാന്റെ ജന്മദിനം ഇങ്ങനെ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പിന്നെ ആഘോഷിക്കാതെ ഈ ലോകം തന്നെ മാറ്റിമറിച്ച ഒരു ജന്മദിനമല്ലേ അന്ന് എന്ന് പറയാണ്. അതെന്താ ലാവണ്യ ചോദിക്കുമ്പോഴേക്കും ആഹാ ലാവണ്യ മേഡത്തിന് അതൊന്നും അറിയില്ലേ, ശ്രീകൃഷ്ണൻ ജന്മം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ലോകം തന്നെ മാറി മറിഞ്ഞു, ഈ ലോകത്ത് നന്മ വന്നു, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് കംസന്റെ പെങ്ങളുണ്ടല്ലോ ദേവകി, ദേവകിയുടെ മകനാണ്. വാട്ട് കംസൻ ദേവകി എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും ലാവണ്യ മേഡം ഇപ്പൊ ദേവകിയായിട്ട് അഞ്ജലി മേഡത്തിനെ കാണൂ, ഇതാണ് നമ്മുടെ ദേവകി എന്ന് പറഞ്ഞിട്ട് അഞ്ജലിനെ പിടിക്കുകയാണ്. ദേവകിയുടെ ആങ്ങളെയാണ് കംസൻ, ദുഷ്ടനും നീചനും എന്തു ചെയ്യാനും മടിക്കാത്തവനും ഒക്കെ ഉള്ള ഒരു വൃത്തികെട്ടവനാണ് എന്ന് പറയുകയാണ്. യു മീൻ കംസൻ മീൻ അശ്വിൻ സായിറാം, അപ്പോൾ അശ്വിൻ സായിറാമാണോ കംസൻ എന്ന് പറയുമ്പോഴേക്കും അതെ അശ്വിൻ സായിറാമാണ് കംസൻ, അയാൾ എന്ത് ചെയ്യാനും മടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ചൂണ്ടിങ്ങനെ സംസാരിക്കുമ്പോൾ അശ്വിൻ അങ്ങോട്ടേക്ക് എന്തോ എടുക്കാൻ വേണ്ടി മറന്നു വരുമ്പോഴേക്കും ശ്രുതി അതെ കംസനാണ് ഇയാൾ എന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടുന്നത് അശ്വിൻ്റെ നേരെയാണ്. അത് കാണുമ്പോൾ നമ്മുടെ അഞ്ജലിക്കൊക്കെ ചിരി വരുവാട്ടോ. പെട്ടെന്ന് ശ്രുതി പക്ഷെ കൈ മാറ്റണമൊന്നുമില്ല, അങ്ങനെ ദേഷ്യത്തോട് തന്നെ അശ്വിനെ നോക്കിയിട്ട് പതുക്കെ കൈ ഇങ്ങനെ താഴത്തേക്ക് മാറ്റുവാണ്. ആ സമയത്ത് അഞ്ജലി പറയണ്ട, ആ കുഞ്ഞ പൂജക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീ തന്നെ വാങ്ങിക്കുമല്ലോ, ഞാൻ എഴുതിക്കൊണ്ട് വരാമെന്ന് പറയുമ്പോൾ വേണ്ട ചേച്ചി അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് പോകുവാട്ടോ. പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി ബാക്കി കഥ പറ ശ്രുതി എന്ന് പറയാണ്. അതെ ശ്രീകൃഷ്ണന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ശ്രീകൃഷ്ണൻ ദേവകിയുടെ വസുദേവരുടെ 8ാമത്തെ കുഞ്ഞാണെന്നും 8ാമത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് അമ്മാവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് കംസൻ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് വസുദേവരെ കൂട്ടുകാരനായ നന്ദഗോപാലിൻ്റെ അടുത്തേക്ക് ശ്രീകൃഷ്ണനെ ആ കോരിച്ചൊണ്ട മഴയത്ത് കൊണ്ടുപോയ സമയത്ത് ആ പുഴ കടന്ന് പോണ സമയത്ത് നമ്മുടെ പാമ്പ് വന്നിട്ട് അവർക്കൊരു തണലായിട്ട് നിന്നതും ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി ആ കഥ കേൾക്കുവാട്ടോ. അങ്ങനത്തെ ഒരു ഭാഗത്തോടു കൂടിയാണ് എപ്പിസോഡ് തീർന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.